ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടി. നമ്മൾ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സർവീസായിട്ട് കയറ്റിയതാണ്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചെക്കപ്പ്, ജനറലായിട്ട് സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിലോമീറ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഏകദേശം ഒരു 3800 കിലോമീറ്ററോളൊക്കെ ഓയിൽ നിലവിൽ ഓടിയിട്ടുണ്ട്. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് നിലവിൽ ഈ സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ നോക്കി, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും ബാക്കിലത്തെ പുതിയ ടയറാണ്, ഹബിന് വേറെ പുറത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. കമ്പനി ഫിൽറ്റർ അവിടെ തന്നെ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. നെക്സ്റ്റ് സർവീസിൽ നമുക്കത് വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. കൂടുതലായിട്ട് പ്രശ്നം കാര്യമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിക്കളയാം കേട്ടോ. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. നിലവിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണം, പുതിയ ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ വേറെ ക്ലച്ചിനകത്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം ബെൽറ്റും ക്ലച്ചും ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം, ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ ബാക്ക് ബ്രേക്കിൻ്റെ കേബിളിന് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സർവീസിൽ, അടുത്ത സർവീസിൽ നമുക്ക് ബ്രേക്ക് ലൈനർ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. ആ കൂട്ടത്തേക്ക് നമുക്ക് ഈ ബ്രേക്കിൻ്റെ കേബിളും കൂടി മാറ്റിയിടണം കേട്ടോ അടുത്ത സർവീസിൽ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കി, നിലവിൽ കുഴപ്പമൊന്നുമില്ല. പ്ലേ ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സ്റ്റേജിലേക്കൊന്നും ആയിട്ടില്ല. ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, അതാണ് സെൽഫിൻ്റെ പ്രശ്നം ഇടയ്ക്ക് കാണിക്കണം കേട്ടോ. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈൻ്റെ ബാറ്ററി വണ്ടി മേടിക്കണേ. ഓൾറെഡി നമുക്ക് 12.5 വോൾട്ട് വേണം. ആ സ്ഥാനത്ത് ഇവിടെ നമുക്ക് 11 വോൾട്ട് കഷ്ടിയുള്ളൂ, 11.2 കേട്ടോ. ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും അതായത് ഫുൾ കട്ടായി പോകുന്ന സ്റ്റേജിലേക്ക് വരാം. അതായത് നമുക്ക് 8.5 വോൾട്ട് ആകുമ്പോഴത്തേക്കും ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. പക്ഷേ ഇത് നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ തന്നെ തീരെ ഡൗൺ ആയി പോകുന്നു കേട്ടോ. അപ്പോൾ ബാറ്ററി മാറ്റി വയ്ക്കണം, എന്നാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസൊക്കെ ക്ലിയറായിട്ട് വർക്കാവുള്ളൂ, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും. നമുക്കിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്, അതിനുശേഷം ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാനുണ്ട്. വീലിൻ്റെ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ബ്രേക്കൊന്ന് അഴിച്ച് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്റർ മാറുന്ന കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും മാറ്റി പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലമായിട്ട് തോന്നുകയാണെങ്കിൽ എയർ ഫിൽറ്റർ അടുത്ത സർവീസിൽ മാറ്റാം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് പ്ലഗും മാറ്റിയിടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നിലവിൽ നമുക്ക് വണ്ടിയുടെ ഉള്ള വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ബാറ്ററി അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ബാറ്ററി, എഞ്ചിൻ ഓയിൽ, ജനറൽ സർവീസ്, അതേപോലെ തന്നെ വാട്ടർ സർവീസൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.